നിങ്ങൾക്ക് 8 മണിക്കൂർ ഉറങ്ങിയിട്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും ഉറക്കം ശരിയാകാതിരുന്നത് പോലെ സുഖമായി ഉറങ്ങിയിട്ടും ഉറക്കം ശരിയാകാതെ പോലെ തോന്നുന്നുണ്ടോ? ക്ഷീണം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നവരാണ് ശരാശരി. ഇങ്ങനെ ഉറക്കത്തിന് ശേഷം നമുക്ക് ഒരു ഫിസിക്കൽ എനർജി ലഭിക്കുന്നു. നമ്മുടെ ഡെയിലി ടാസ്കുകൾ ചെയ്യാനായിട്ടും മറ്റുമൊക്കെ നമുക്കൊരു എനർജി ലഭിക്കുന്നത് ഈ ഉറക്കത്തിൽ നിന്നാണ്. അതുകൊണ്ട് രാത്രി ഒരു സുഖനിദ്ര എല്ലാവർക്കും മസ്റ്റാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഉറക്കം എണീറ്റിട്ട് പോലും നമ്മുടെ മെമ്മറിയിലേക്ക് ചിലപ്പോൾ ചില കംപ്ലീറ്റ് ആവാത്ത ടാസ്കുകൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആവാത്ത ചില ടാസ്കുകൾ കൂടെ കൂടെ നമ്മുടെ മെമ്മറിയിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഇതിനെ നമ്മൾ സൈഗാർണിക് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാത്ത ടാസ്കുകൾ വീണ്ടും വീണ്ടും വരികയും അത് നമ്മൾ നമ്മൾ ഡിസ്ട്രസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഈവൻ നമ്മൾ നല്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ ഒരു അൺകംപ്ലീറ്റഡ് ടാസ്കിന്റെ മെമ്മറി നമ്മളിലേക്ക് കടന്നു വരുന്ന, അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ. ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു എനർജി സക്കറാണ്. ദിസ് എനർജി സക്കർ ഈസ് നോട്ട് എ ഫിസിക്കൽ എനർജി സക്കർ, പക്ഷേ ഇതൊരു സൈക്കോളജിക്കൽ എനർജി സക്കറാണ്. ഇത് സൈക്കോളജിക്കലി നമ്മുടെ എനർജിയെ ഊറ്റിയെടുക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഓക്കെ, അത് ഒരു സൈഗാർണിക് ഇഫക്റ്റ് ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ വരുന്ന വേറൊരു അവസ്ഥ കൂടിയുണ്ട്. അതായത് അവർ ഇന്നബിലിറ്റി ടു സേ യെസ് ഓർ നോ ടു ദ സർട്ടൻ സിറ്റുവേഷൻ. ചില ആളുകൾ ചിലപ്പോൾ അവരോടൊപ്പം പുറത്തു പോകുവാനും ഒക്കെ നമ്മെ വിളിക്കാറുണ്ട്. അവർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ട ആളായതുകൊണ്ടോ ഒക്കെ നമുക്ക് അവരോട് നോ പറയാതിരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയും, അങ്ങനെ യെസ് പറയുകയും അതോടൊപ്പം നമ്മൾ അവരോട് കൂടെ പുറത്തു പോയി പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഇമോഷണൽ ഡിസ്ട്രസ്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ അവരോട് കൂടെ പുറത്തു പോയത് വഴിയായിട്ട് നമുക്ക് നമ്മുടെ ക്വാളിറ്റി ടൈം നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഒരു എനർജി സക്കറാണ്. ഇത് നമ്മുടെ എനർജിയെ സൈക്കോളജിക്കലി ഡ്രെയിൻ ചെയ്യുന്നു, അത് ഊറ്റിയെടുക്കുന്നു എന്നാണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന 2 തരം സ്ട്രെസ് ഉണ്ട് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ. ഒരു സ്ട്രെസ്സിനെ യൂസ്ട്രെസ് എന്ന് പറയുകയാണെങ്കിൽ മറ്റു സ്ട്രെസ്സിനെ ഡിസ്ട്രെസ് എന്നാണ് പറയുന്നത്. യൂസ്ട്രെസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. ഇപ്പോൾ നമുക്ക് എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ബുക്കുകൾ എടുത്ത് പഠിക്കുകയും അങ്ങനെ നമ്മളെ തന്നെ അതിനു വേണ്ടി ഒരുക്കുകയും കുറെ ടാസ്ക് ചെയ്യുകയും അതോടൊപ്പം അതിനുശേഷം നമ്മൾ എക്സാമിന് പാസ്സാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം, ഇതൊരു പോസിറ്റീവ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. പക്ഷെ ഒരു ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗെയിമിൽ തോൽക്കുകയോ മറ്റോ ഉണ്ടാകുന്നത് വഴിയായിട്ട് നമ്മൾ ഭയങ്കരമായി നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും ഡിപ്രഷനിലിരിക്കുകയും 2-3 ദിവസമൊക്കെ ആരെയും കാണാതിരിക്കുകയും ശരിയായി ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് കളയുകയാണ് ഇവിടെ ഈ ഡിസ്ട്രസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്ട്രസും ഒരു എനർജി സക്കേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി ഇതുപോലുള്ള ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി എനർജി സക്കേഴ്സിനെ, സൈക്കോളജിക്കൽ എനർജി സക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എനർജി സക്കേഴ്സിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ലൈഫിനെ റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് നല്ലൊരു ഗോളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. നമ്മൾ മുന്നേ പറഞ്ഞ സൈഗാർണിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു അൺകംപ്ലീറ്റഡ് ടാസ്ക് എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരികയും നമ്മളെ അത് ഹോണ്ട് ചെയ്യുകയും നമ്മുടെ ക്വാളിറ്റി ടൈമിനെ ഹോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, സൈഗാർണിക് എഫക്ട്. എങ്ങനെ നമുക്ക് ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തത് തീർന്ന കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യാത്ത കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ഇതിനെ റാഷണലി ആക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അവസ്ഥ സേ യെസ് ഓർ നോ, നോട്ട് ഇന്നബിലിറ്റി ടു സേ യെസ് ഓർ നോ. എങ്ങനെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും? ഇവിടെ നമ്മൾ ദ ക്വാളിറ്റി ഓഫ് അസർട്ടീവ്നെസ് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ദ എബിലിറ്റി ടു സേ യെസ് ഓർ നോ, വി ഹാവ് ടു ഡെവലപ്പ് ദാറ്റ് എബിലിറ്റി. നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ സിറ്റുവേഷനെ അനുസരിച്ച് അസസ് ചെയ്ത് നമ്മൾ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടാത്ത രീതിയിൽ മറ്റുള്ളവരോട്, അവർ ഹയർ പൊസിഷൻ ആയാലും ലോവർ പൊസിഷൻ ആയാലും ഈക്വൽസ് ആയാലും അവരോട് യെസ് ഓർ നോ പറയാനുള്ള നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്.
അവിടെ നമ്മളെ തന്നെ അസസ് ചെയ്യുകയും നമുക്കൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു ഔട്ട് ഓഫ് സെൽഫ് റെസ്പെക്ട് നമുക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വിഷമം തോന്നാത്ത രീതിയിൽ രണ്ടാമത്തെ വ്യക്തിയോ അത് അവതരിപ്പിക്കുകയും നല്ല രീതിയിൽ നോ പറയാനും സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ എനർജി സക്കേഴ്സിനെ അവോയ്ഡ് ചെയ്യുവാനും നല്ല രീതിയിൽ നമ്മുടെ ക്വാളിറ്റി ടൈമിനെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.